സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്തൊരു വാക്തത്വമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാക്തത്വമുണ്ടിനി, ആ നല്ല നാളുകൾ വേഗം വരും. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്, എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്, ആമേ, എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ അക്ഷരമൊരുക്കി, നിത്യമെന്നെ താരൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ അക്ഷരമൊരുക്കി, നിത്യമെന്നെ താരൻ പോറ്റിടുന്നു. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മായി ഇന്ന് പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു പ്രഭാതം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 35-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. സ്തോത്രം. ഭക്തരായിരിക്കുന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ 3-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദിന് പറയാൻ കഴിയും, എന്നെ സഹായിപ്പാൻ ഈ പ്രപഞ്ചത്തിന് കീഴിൽ ഞാൻ സ്നേഹിച്ച, അല്ലെങ്കിൽ ഞാൻ കരുതിയ, എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കരുതിയ പലരും എന്നെ വിട്ടു മാറിയപ്പോൾ, സ്തോത്രം, എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, എന്നെ സഹായിപ്പാൻ കർത്താവല്ലാതെ ഈ ഭൂപരപ്പിൽ മറ്റൊരു മനുഷ്യനുമില്ല. ആമേൻ. കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു. അവിടെ എല്ലാം ദൈവം തന്നെ താങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എല്ലാം പ്രവാചകൻ പറയുന്ന ദൂതുകളും പ്രവാചകൻ പറയുന്ന ആലോചനയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 42 യെശയ്യാവ് 42:13 നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയായി ജ്വലിക്കും. അവൻ, ആമേൻ, സ്തോത്രം, ആർത്തു വിളിക്കും. അവൻ, പ്രൈസ് ദി ലോർഡ്, ഉച്ചത്തിൽ ആർക്കും തൻ്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. നോക്കിക്കേ, ഒരു വീര്യം പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ ദാവീദ് മുൻപിൽ കണ്ടു. സ്തോത്രം. എങ്ങനെയാ കണ്ടത്? യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. കണ്ടോ? ഒരു വീരനെ പോലെ അവൻ്റെ മുമ്പിൽ വരും. എങ്ങനെ? കുന്തമൂരി. ആമേൻ. എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. അപ്പോൾ കുന്തമൂരും. ഒരു ഭക്തന് വേണ്ടി, ഒരു അഭിഷക്തന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ കർത്താവ് ശക്തനാണ്. നിനക്ക് വിശ്വസിക്കാം, കർത്താവിനെ വിശ്വസിക്കാം. നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ മധ്യസ്ഥ അണയ്ക്കാൻ, നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിൽ നിനക്ക് വിശ്വസിക്കാം. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് പൈതലേ. മനുഷ്യൻ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ആമേൻ ചില പരാജയങ്ങളും പ്രയാസങ്ങളും ഒക്കെ തള്ളിക്കയറ്റും. പക്ഷേ ദൈവത്തിന് ഇന്ന് പകലിൽ നിന്നെ ഒരു യോദ്ധാവാക്കി പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിനാണ് ദാവീദ് പറയുന്നത്, ദൈവമേ, നീ ഒരു യോദ്ധാവായി, ഒരു യുദ്ധവീരനായി നീ പിന്തുടരണം. ആമേ. കാരണം എന്നെ
പിന്തുടരുന്നവർ ചില വ്യക്തികളുടെ വഴികളെ നീ അടച്ചു കളയണം എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തനിക്കൊരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ നിനക്ക് എതിരായി നിൽക്കുന്ന ചില സംഘങ്ങൾ, നിനക്കെതിരെ ഗൂഢാലോചന ഒരുക്കുന്ന ചില സഭകൾ, ചില സദസ്സുകൾ, ആമേൻ, ഇന്ന് പകലിൽ ദൈവം പൊളിച്ചടുക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. ആമേൻ. തൻ്റെ ഭക്തൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ 14-ാമത്തെ വാക്യം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42:14 പറയുന്നു, ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി, സ്തോത്രം, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരിക്കുന്നു. സ്തോത്രം. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട്. ഹല്ലേലൂയ. നോയിക്കേ. സ്തോത്രം. ആ ഒരു ആധിക്യം, പ്രൈസ് ദി ലോർഡ്, താൻ സ്നേഹിച്ചു വന്നവരും തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാം തന്നെ വിട്ട് മാറി നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ പ്രൈസ് ദി ലോർഡ് ഞരങ്ങി നെടുവീർപ്പിടുകയാണ്. ദൈവകുഞ്ഞെ, നീ നെടുവീർപ്പിട്ടിരിക്കുകയാണോ? നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാം നിന്നെ വിട്ട് മാറിപ്പോയോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ആമേൻ. ഹല്ലേലൂയ. നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞവരെല്ലാം കൈ മലർത്തിയോ? അവർ അതരം മലർത്തി തല കുലുക്കി ചുരിച്ചുകൊണ്ട് പോയോ? നീ ഭാരപ്പെടണ്ട. അതെല്ലാം ഈ ഭൂമിയിലെ ഭംഗി വാക്കുകളാണ്. ആമേൻ. ദാവീദിന് നല്ലവണ്ണം അറിയാം, കാട്ടിലെ മൃഗങ്ങളെ മെരുക്കാൻ കഴിയും, അവരെ വരുതിക്ക് വരാൻ കഴിയും, ഒറ്റയാനായ കൊമ്പൻ ആനയെ വരെ മെരുക്കാം, പക്ഷെ ഒരു മനുഷ്യനെ മെരുക്കാൻ കഴിയില്ല എന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിൽ കൂടെ തെളിയിപ്പാൻ കഴിഞ്ഞു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന, ആമേൻ്റെ സന്ദേശം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഈ ദൂത് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി നിന്നെ മാറ്റിയെടുക്കും. ആമേൻ. മനുഷ്യനെ മെരുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദാവീദിന് മനസ്സിലായി. എത്രത്തോളം താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ ആഴങ്ങളെ താൻ പരിശോധിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒരു നെടുവീർപ്പ് പോലെ, ഒരു നെടുവീർപ്പിൻ്റെ ആധിക്യം തന്നെ ഭരിച്ചിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ തെളിയിക്കുന്നു. ആമേൻ. രാജാവായിരിക്കുന്ന മനുഷ്യൻ, ആട്ടിടയനായി രാജാവായ മനുഷ്യൻ, ജ്യേഷ്ഠന്മാരുടെ നടുവിലും പിതാവിൻ്റെ നടുവിലും മാതാവിൻ്റെ നടുവിലും വച്ച് അഭിഷേകം ചെയ്ത് പുറത്തെടുത്ത മനുഷ്യൻ, എന്നാൽ ഇപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും തന്നെ വിട്ട് മാറിയപ്പോഴും, തൻ്റെ കൂടെ ആമേൻ സ്തോത്രം ജീവന തുല്യം സ്നേഹിച്ചവരെല്ലാം തന്നെ ചവിട്ടി പുറത്താക്കിയപ്പോഴും, തന്നെ മാറ്റി നിർത്തിയപ്പോഴും, തനിക്ക് ആമേൻ വേറെ ആരോടും കുറ്റം പറയുവാനോ, ആരുടെയും ആമേൻ സ്തോത്രം അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുവാനോ, ആരുടെയും ആമേൻ സ്തോത്രം സ്ഥാനമാനങ്ങൾ ഇച്ഛിക്കുകയോ ചെയ്യാത്ത ഒരു അഭിഷക്തൻ ഇന്ന് പകലിൽ ആമേൻ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അഭിഷക്തനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവകുഞ്ഞെ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനെ ആമേൻ അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലമുണ്ട്. ദാവീദിനെ തകർത്ത് കളയുവാനും ദാവീദിനെ ഉടച്ചു കളയുവാനൊക്കെ ശത്രു പല പദ്ധതികളും ഒരുക്കിയപ്പോഴും അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നത്, അവൻ നെടുവേർപ്പെട്ടൊരു സ്ത്രീ എന്ന പോലെ, ആമേൻ സ്തോത്രം, നോവ് കിട്ടിയ സ്ത്രീ എന്ന പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് അതിൻ്റെ ആധിക്യം, നെടുവീർപ്പിൻ്റെ ആധിക്യം അവനെ സ്തോത്രം പലതിലേക്കും തിരിപ്പാനിടയായി. ദൈവപൈതലേ, ഇന്ന് പകൽ അവൻ പറയുന്നു, നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. നിന്നെ പിന്തുടരുകയാണ് ഇപ്പോഴും പലരും. രക്ഷിക്കപ്പെട്ടെങ്കിലും നിന്നെ പിന്തുടരുന്ന ചില ശക്തികളുണ്ട്. കർത്താവിനെ നീ അറിഞ്ഞെങ്കിലും, ആമേൻ നീ ഒരു ശുശ്രൂഷകനായെങ്കിലും, ആമേൻ യേശുവിനെ അറിഞ്ഞ മുമ്പിലോട്ട് ഒരു ദൈവ പൈതലേ, നിന്നെ ഇപ്പോഴും പാരമ്പര്യം പറഞ്ഞ് പിന്തുടരുന്ന ചില ശക്തികൾ നിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ദാവീദ് പറയുക, അവരുടെ വഴിയെ നീ അടയ്ക്കണം ദൈവമേ എന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത്, ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. കാരണം തൻ്റെ പ്രാണൻ വരെ നഷ്ടപ്പെടുമെന്ന് അവൻ മുദ്രയിടുകയാണ്. എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നതായി ഞാൻ അനുഭവിക്കുന്നു എന്ന് വരെ ആമേൻ സ്തോത്രം ദാവീദ് മുൻപിൽ കണ്ടു. തൻ്റെ മരണത്തെ മുൻപിൽ കണ്ടു ദാവീദ്. അവൻ തന്നെ ഇപ്പോൾ അല്പ നിമിഷം കഴിയുമ്പോൾ അഭിമേലക്കിന് മുമ്പിൽ തന്നെ ആട്ടിക്കളഞ്ഞെങ്കിലും, ആമേൻ, എന്നാൽ ശൗല് എന്നെ വിടത്തില്ല,
അവനെന്നെ കൊല്ലും എന്നൊക്കെ അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എൻ്റെ കർത്താവിൻ്റെ പൈതലെ, എൻ്റെ ജീവിതത്തിനകത്ത് ഏതെല്ലാം പ്രതിസന്ധി കടന്നു വന്നാലും, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും അവിടെ എല്ലാം പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം, താങ്ങുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിൻ്റെ മുമ്പിലുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. ആ വലിയവനായ ദൈവം നമ്മുടെ നടുവിലേക്ക് ഇന്ന് പകൽക്കാലം പിന്നെയും ഇറങ്ങി വരേണ്ടതിന്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ നടുവിൽ പിന്നെയും അത്ഭുതം ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ നടുവിൽ സങ്കേതമായി, കോട്ടയായി, ഒരു പരിചയമായി, ഒരു ആമേൻ ഒരു യോദ്ധാവായി നമ്മുടെ നടുവിൽ പിന്നെയും കർത്താവ് ഇറങ്ങി വരേണ്ടതിനായി നമ്മൾ കണ്ണുകളടയ്ക്കാം. ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചനകളെ പിന്നെയും ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ, ഈ വ്യാഴാഴ്ച കർത്താവിൻ്റെ വലിയ മഹത്വം കാണുവാൻ നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന എല്ലാ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം തന്നെ അനുഗ്രഹിക്കണമേ, ജനത്തെ മാനിക്കണമേ, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് പൊതിയുമാറാകണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.